ഡോണ്ട് പുട്ട് ടു മച്ച് ഓൺ യുവർ ടേബിൾ. നമുക്ക് പറഞ്ഞ പണി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ വിനയായിട്ട് ഭവിക്കും. ഓവർ ഡെലിവറിങ് നല്ലത് തന്നെ, പക്ഷേ അത് നമ്മുടെ കരിയറിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിലായിരിക്കണം. സോ ഐദർ വി ക്യാൻ ലേൺ ഫ്രം ദാറ്റ് ഓർ ഏൺ ഫ്രം ദാറ്റ്. ഇത് രണ്ടും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ഓവർ ഡെലിവർ ചെയ്യുന്നത് ഒരു ഗുണം ഉണ്ടാക്കില്ല. ചെയ്യാം, ഇപ്പോൾ ഫ്രീലാൻസേഴ്സൊക്കെ ആണെങ്കിൽ ഒരു 2 to 4% ഓവർ ഡെലിവറിങ് നല്ലതാണ്. നമ്മുടെ ക്ലയൻസുമായിട്ടുള്ള ഒരു ട്രസ്റ്റിന് അത് നല്ലതാവും. പക്ഷേ ഒരു കോർപ്പറേറ്റിൽ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് കൂടുതൽ സാധനം തലയിലെടുത്ത് വെക്കാതൊക്കെ. നമ്മുടെ കുറേ സമയം അങ്ങോട്ട് പോയി കിട്ടുന്നല്ലാതെ ഇതിനോണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇത് നമ്മൾ എടുക്കുന്നത് വേറെ ആരോ ചെയ്യേണ്ടിയിരുന്ന ഒരു വർക്കാണല്ലോ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഭാവിയിൽ അക്നോളജ് ചെയ്യാൻ പോകുന്നില്ല. ആ വ്യക്തി എൻ്റെത് ഇയാളാണ് ചെയ്തത്, അതുകൊണ്ട് ഇയാൾക്ക് ഇപ്പം ലെറ്റ്സ് സേ നമ്മളൊരു പ്രൊജക്റ്റിൽ നമുക്ക് തന്ന ടാസ്കിനേക്കാൾ കൂടുതൽ ഒരു 3-4 ടാസ്കും കൂടി എക്സ്ട്രാ എടുത്ത് ചെയ്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് കുറേയൊക്കെ ദിവസവും ബഡ്ജറ്റും ഒക്കെ ലാഭിച്ചെന്ന് വിചാരിക്കും. അത് ഇറങ്ങിയതിന് ശേഷം ഈ പ്രോഫിറ്റിൽ നിന്ന് ഒരു X% ഈ വ്യക്തിക്ക് കൊടുക്കാമെന്ന് ആരും ഇന്നേവരെ പറഞ്ഞ ചരിത്രമില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. 99% ഓഫ് ദ ടൈം നമ്മൾ എടുക്കുന്ന ഈ എക്സ്ട്രാ എഫേർട്സ് എക്നോളജ് ചെയ്യപ്പെടില്ല. കാണൂല എന്നല്ല, കാണും. അതാണ് ഞാൻ എക്നോളജി ചെയ്യപ്പെടില്ല എന്ന് പറഞ്ഞത്. അതാരും അംഗീകരിക്കാൻ പോകുന്നില്ല. അതിന് തക്കതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ആരും കൊണ്ടുതരാനും പോകുന്നില്ല. ഇപ്പം എല്ലാവരും അവരുടെ മിഡ് കരിയറിലായിരിക്കും. സോ എവറി ഡിസിഷൻ യു ആർ ഗോയിങ് ടു ടേക്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് യുവർ കരിയർ വിൽ ബി എ ഫിനാൻഷ്യൽ ഡിസിഷൻ. നമ്മൾ മാത്രമല്ല അതിൽ സഫർ ചെയ്യാൻ പോകുന്നത്. ഇതിലൂടെ നമ്മുടെ പാരൻസ് ആണ് സഫർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സ്പൗസാണ് സഫർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കിഡ്സ്, ഫ്യൂച്ചർ കിഡ്സ് ആർ ഗോയിങ് ടു സഫർ ബിക്കോസ് ഓഫ് ദിസ്. ഇപ്പോൾ വളരുന്ന ടെക്നോളജി വെച്ചിട്ടും നമ്മുടെ ഒക്കെ ഒരു ഏജ് വെച്ചിട്ടും വർക്കിംഗ് ഏജ് എന്ന് പറയുന്ന എത്ര ദിവസം നമുക്ക് കിട്ടും? എനർജി കാൺ ബി വേസ്റ്റഡ്, നോട്ട് ബി ക്രിയേറ്റഡ് എന്ന് പറയുന്ന പോലെ നമുക്കൊരിക്കലും ഈ ടൈമും ഈ എഫേർട്സും ഈ കർമ്മയും ഇതൊന്നും ലാഭിക്കാൻ പറ്റൂല. ഇതെല്ലാം ഒന്നെങ്കിൽ നമ്മളടുത്തുനിന്ന് പോകും മറ്റുള്ളവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ആ പ്രിസർവ് ചെയ്ത സംഭവത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ഗോൾസിലേക്കുള്ള സമയവും എഫേർട്സും കണ്ടെത്താൻ പറ്റും. അത് അത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് ചെയ്യുന്നതിൽ കാര്യമുണ്ട്. അൺഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്പോ എന്തെങ്കിലും ഇങ്ങനെ സർവീസോ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിലും വലിയൊരു ബാഡ് കർമ്മ വേറെ ഇല്ല. അത് നമുക്ക് തിരിച്ചടിക്കാനേ പോകുന്നുള്ളൂ. ഇരുന്തലക്കാരനാണത് തിരിച്ചടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് പേഴ്സണലി ബെനിഫിറ്റ് ആകുന്ന അത്രയും ഉറപ്പുള്ളത് മാത്രം എടുത്തിട്ട് ചെയ്യാം. ഈവൺ ഒരു ഫോൺ കോൾ 1.5 മണിക്കൂർ വെറുതെ എടുത്ത് സംസാരിക്കുന്നതും ഇറ്റ്സ് എ ലോസ് ഓഫ് ടൈം. പറയുമ്പോൾ പലർക്കും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നുള്ളത്. അത്രയേ ഉള്ളൂ, അത്രയും സമയം നമ്മളെടുത്തുള്ളൂ. നമ്മൾ ഈ പറയുന്ന പോലെ 200 വർഷവും 150 വർഷമൊന്നും ആയുസില്ല നമുക്ക്. ഈ പറയുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ പേഴ്സണൽ ഗോൾസ് എടുക്കുകയും നമ്മുടെ ടൈം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സമയം നമ്മൾ വേണ്ടാതെ കളയുന്നത്, എത്ര സമയം നമ്മളിൽ നിന്ന് മറ്റുള്ളവർ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവും. പല ആൾക്കാരുടെ വർത്തമാനത്തിലും വീണ് നമ്മൾ വേണ്ടാത്ത പരിപാടി എടുത്ത് നമ്മുടെ കൊല്ലം അങ്ങോട്ട് കളയും. ഇങ്ങനെ പല പരിപാടി എടുത്താൽ അതിന് നമുക്ക് ഒന്നും ലേൺ ചെയ്യാനും കിട്ടൂല, അതിൽ നിന്ന് ഒരു പ്രത്യേകിച്ച് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റൂല, അതിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ കരിയർ ഗോൾസിലേക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കിട്ടൂല. കാരണം ഈ പറയുന്നതൊക്കെ കാണുകയേ ചെയ്യുള്ളൂ ആൾക്കാർ, ആരും എക്നോളജ് ചെയ്യാൻ പോകുന്നില്ല. സോ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് യുവർ ടൈം. ഒന്നും കൂടി പറയുന്നു, എവറി ഡിസിഷൻ ഇസ് എ ഫിനാൻഷ്യൽ ഡിസിഷൻ. ഡോണ്ട് പുട്ട് ടു മച്ച് ഓൺ യുവർ ടേബിൾ.